Are you all ready? Then welcome back. നമ്മളിപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഒറ്റപ്പാലം സ്ഥലം. ഇതെവിടെയാണെന്ന് മനസ്സിലായോ? വരിക്കാശ്ശേരി മന, അല്ലെങ്കിൽ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സ്വന്തം തറവാട്. ഇത് ആക്ച്വലി ഒരു വാലന്റൈൻസ് ഡേയുടെ ലേറ്റ് പോസ്റ്റാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് മൈ ട്രിബ്യൂട്ട് ടു ദ ഓഫ് ബീറ്റ് ലവ് സ്റ്റോറി ഓഫ് നീലകണ്ഠൻ ആൻഡ് ഭാനുമതി. നമ്മൾ വെൽക്കം ചെയ്യുന്നത് തന്നെ നല്ല കൊത്തുപണിയും മ്യൂറൽ വർക്കും ഒക്കെ ഉള്ള പൂമുഖമാണ്. ഇറ്റ്സ് എ 3-story സ്ട്രക്ചർ വിത്ത് 74 റൂംസ്. നല്ല എയറി ആയിട്ടുള്ള നല്ല നീളൻ കോലായി വരാന്ത. അതിൻ്റെ അകത്തൊക്കെ റൂംസാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഒരുമിച്ചിറങ്ങി വരുന്ന നടുമുറ്റം. അറിയാലോ, ഒരുപാട് മലയാളം ഫിലിംസ് ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. സ്റ്റാർട്ടിങ് ഫ്രം തീർത്ഥം, രാവണപ്രഭു, ആറാം തമ്പുരാൻ, രാപ്പകൽ, മാടമ്പി, ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ തൂണുകളെല്ലാം തടി കൊണ്ട് കൊത്തുപണിയൊക്കെ ചെയ്ത തൂണുകളാണ്. ആൻഡ് വെരി കൂൾ ഇൻസൈഡ്. വളരെ കുറച്ച് മുറികളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. 124 years പഴയ ഒരു നമ്പൂതിരി ഇല്ലാണിത്. ഇപ്പോൾ ഇത് ഓൺ ചെയ്യുന്നത് ഒരു ട്രസ്റ്റാണ്. ഓൺ ആൻഡ് മാനേജ് ബൈ എ ട്രസ്റ്റ്. എന്തെല്ലാം ഉണ്ടാക്കിക്കൂട്ടി അടുക്കളയായിരിക്കും. അരകല്ലും ആട്ടുകല്ലും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് അടുപ്പ് കണ്ട് 3 കൂട്ടിയ അടുപ്പ്. അതൊന്നൊന്നുമില്ല കേട്ടോ, കുറേ എണ്ണം ഉണ്ട്. കാര്യം കിണറും തൊട്ടിയൊക്കെ കാണുന്നത് നൊസ്റ്റാൾജിയ. പക്ഷേ എല്ലാ ദിവസവും വെള്ളം കോരി കുളിക്കണം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? മെയിൻ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ അഡ്ജസൻ്റ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണിത്. അതിനകത്തുമുണ്ട് കുറേ റൂംസ്. ഈ മന 3 നിലയാണെങ്കിലും നമുക്ക് മുകളിലോട്ടൊന്നും എൻട്രി ഇല്ല കേട്ടോ. അത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അകത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇറങ്ങുമ്പോൾ സൈഡിലായിട്ട് നല്ലൊരു കുളമുണ്ട്. നല്ല ഹ്യൂജ് കുളമാണ്. പക്ഷേ അവിടെയും നമ്മൾ എൻട്രി ഇല്ല. ഞങ്ങളൊന്ന് ജസ്റ്റ് സൈഡിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് പോന്നു. ഇവിടെ ഒരുപാട് മൂവീസും സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്സും ഒക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു റെസ്ട്രിക്ഷൻ. പിന്നെ ചുറ്റിലുമായിട്ടൊരു 3 അമ്പലങ്ങളുണ്ട്. രാപ്പകലിൽ മമ്മൂട്ടി ഇതായി മാവിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഓർമ്മ വരുന്നില്ലേ? മമ്മൂട്ടിയുടെ അത്ര വരില്ലെങ്കിലും ഒട്ടും മോശമല്ല അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ വീക്കെൻഡിൽ നല്ല തിരക്ക് പ്രതീക്ഷിക്കണം. സ്വസ്ഥമായിട്ട് കാണണമെങ്കിൽ വീക്ക് ഡേയ്സ് ആയിരിക്കും നല്ലത്. ഇതിപ്പോൾ എന്താ പഴമയോടൊരു പ്രേമമൊന്നും നമുക്ക് തോന്നുന്നുണ്ടാവില്ലേ? ഇതിപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ മംഗലശ്ശേരിയിൽ വന്ന ഫീലോടുകൂടി വരിക്കാശ്ശേരി മലയും കണ്ട് നമുക്ക് പോവാം അടുത്ത സ്ഥലത്തോട്ട്. Pack up and location change.